ഹലോ ഡിയർ ഓൾ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം വയനാട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉരുളുപൊട്ടി ഒരുപാട് ആളുകളുടെ ജീവൻ അതിൽ പൊലിഞ്ഞു പോവുകയാണ്. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മിലിറ്ററി അവിടെ എത്തുകയും അവിടെ മുണ്ടക്കൈയിൽ അവരാ തകർന്നു പോയ പാലം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അത് ത്വരിതഗതിയിലാക്കാൻ വേണ്ടിയിട്ട് മിലിറ്ററി അവിടെ എത്തുകയും ബെയിലി പാലം നിർമ്മിക്കുകയും ചെയ്തു എന്നെല്ലാം നമ്മൾ ന്യൂസുകളിൽ കണ്ടു. അപ്പോൾ എന്താണ് ബെയിലി പാലം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആ ബെയിലി പാലം എന്ന് പറയുന്ന ഒരു പാലം എങ്ങനെയാണ് മിലിറ്ററി ഒരു ദുരന്ത സമയത്ത് അല്ലെങ്കിൽ ഒരു ദുരന്ത ബാധിത പ്രദേശത്ത് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ബെയിലി ബ്രിഡ്ജ് അല്ലെങ്കിൽ ബെയിലി പാലം എന്താണ്, അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്, അതെന്തുകൊണ്ട് മിലിറ്ററി ഉപയോഗിക്കുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ബെയിലി പാലം എന്ന് പറയുന്ന ആശയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഡൊണാൾഡ് ബെയ്ലിയുടെ പേരിലാണ് ഈ പാലം അറിയപ്പെടുന്നതും ബെയിലി പാലം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ ബെയിലി ബ്രിഡ്ജ് എന്ന് പേര് വരാൻ കാരണം അത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാലം അതിൻ്റെ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡീറ്റെയിൽസ് എല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത് ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് ആർമിയിലെ ഒരു വാർ ഓഫീസർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു പാലമാണ് ഈ പറയുന്ന ബെയിലി പാലം എന്ന് പറയുന്നത്. എ ബെയിലി ബ്രിഡ്ജ് ഈസ് എ ടൈപ്പ് ഓഫ് പോർട്ടബിൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ട്രസ് ബ്രിഡ്ജ്. അപ്പോൾ ബെയിലി പാലം എന്ന് പറയുന്നത് പോർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് എടുത്ത് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രസ് ബ്രിഡ്ജാണ്. അതായത് മുൻകൂട്ടി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തെടുത്തുണ്ടാക്കുന്ന ഒരു പാലമാണ്. അതായത് നമ്മളിവിടെ നോർമലി ചെയ്യുന്നത് പോലെ ഉള്ള ഒരു പാലം നിർമ്മാണമല്ല ബെയിലി പാലത്തിലുള്ളത്. ഓൾറെഡി പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ മെറ്റീരിയൽ, അതായത് മുൻകൂട്ടി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന കുറേ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അതിനെ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പാലമാണ് ബെയിലി പാലം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1940-41 ബൈ ദ ബ്രിട്ടീഷ് ഫോർ മിലിറ്ററി യൂസ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഞാൻ പറഞ്ഞിരുന്നു ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. 1940-41 കാലഘട്ടങ്ങളിൽ, അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ് ഈ പറയുന്ന ബെയിലി പാലം. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന വാർ ഓഫീസർ ആയതുകൊണ്ടാണ് ഇതിന് ബെയിലി ബ്രിഡ്ജ് എന്നുള്ള പേര് വന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് മുൻകൂട്ടി നിർമ്മിച്ച കുറേ വസ്തുക്കൾ കൊണ്ടുവന്ന് അത് ഒരുമിച്ച് അസംബിൾ ചെയ്തുണ്ടാക്കുന്ന ഒരു പാലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഇരുമ്പും തടിയും ഒക്കെയാണ് അസംബിൾ ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുക. എ ബെയിലി ബ്രിഡ്ജ് ഹാസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് റിക്വയറിംഗ് നോ സ്പെഷ്യൽ ടൂൾസ് ഓർ ഹെവി എക്യുപ്മെന്റ്സ് ടു അസംബിൾ. അപ്പോൾ ഈ ബെയിലി ബ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ബെയിലി ബ്രിഡ്ജിന് വേണ്ടി പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മുൻകൂട്ടി നിർമ്മിച്ച ഈ ഉരുക്ക് കൊണ്ടുള്ള ഭാഗങ്ങളും തടി കൊണ്ടുള്ള ഭാഗങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ടൂൾസോ ഹെവി എക്യുപ്മെൻറ്റ്സോ ഒന്നും വേണ്ട, പ്രത്യേകമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ള ഒരു പാലമാണ് ബെയിലി പാലം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. The wood and steel bridge elements were small and light enough to be carried in trucks and lifted into place by hand without the use of a crane. അപ്പോൾ പെട്ടെന്നൊരു പാലം നിർമ്മിക്കേണ്ടി വരുമ്പോൾ ആ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന വസ്തുക്കൾ വളരെ വെയിറ്റ് കുറഞ്ഞതും ചെറുതും ലൈറ്റ് വെയിറ്റും ആണെങ്കിൽ പാലം നിർമ്മാണം എളുപ്പമായിരിക്കും. ഇതാണ് ബെയിലി പാലത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ബെയിലി പാലം നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള വുഡ് കൊണ്ടുള്ള പാർട്സും അതുപോലെ തന്നെ സ്റ്റീൽ കൊണ്ടുള്ള ബ്രിഡ്ജ് പാർട്സുകളും എല്ലാം വളരെ ചെറുതും ലൈറ്റ് വെയിറ്റുമാണ്. അതായത് ഒരു ട്രക്കിൽ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് ചുമന്ന് വെക്കാവുന്ന രീതിയിലുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ക്രെയിനുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ യുദ്ധഭൂമിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലേക്കൊക്കെ വലിയ
ട്രെയിനുകളൊക്കെ എത്തിക്കുന്നത് പ്രാക്ടിക്കലി നടക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ട്രക്കുകളിൽ കൊണ്ടുവന്ന് ഇത് ഇറക്കിയിട്ട് ബൈ ഹാൻഡ് ആളുകൾക്ക് ചുമന്നു കൊണ്ടുപോയി വെക്കാവുന്ന അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വുഡും സ്റ്റീലും കൊണ്ടുള്ള എലമെന്റ്സ് ആണ് ഈ ബെയ്ലി പാലത്തിൽ യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. These bridges were strong enough to carry tanks and other vehicles. ഇപ്പോൾ ഈ പാലം ഈ പറയുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുക എന്ന് വിചാരിച്ച് ഇത് സ്ട്രോങ് അല്ല എന്ന് വിചാരിക്കരുത്. വലിയ മിലിറ്ററി ടാങ്കുകളും അതുപോലെ വലിയ ട്രക്കുകളും ഒക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര സ്ട്രോങ് ആണ് ബെയ്ലി പാലം. അപ്പോൾ ഈ ബെയ്ലി പാലത്തിന്റെ എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് വുഡും സ്റ്റീലും കൊണ്ടുള്ള പാർട്സ് കൊണ്ടുവന്ന് വലിയ ടൂൾസ് ഒന്നും ഇല്ലാതെ ഒരു എന്താ പറയുക വളരെ എളുപ്പത്തിൽ അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പാർട്സ് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്, സ്മോൾ ആണ്, പക്ഷേ ഇത് വളരെ സ്ട്രോങ് ആണ്. ഈ ബ്രിഡ്ജിന്റെ സ്ട്രോങ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വലിയ ടാങ്കുകൾ, മിലിറ്ററി ടാങ്കുകൾ മുതൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിന് വരുന്ന വെഹിക്കിൾസിനെ എല്ലാം താങ്ങാവുന്ന രീതിയിൽ ബലമുള്ളതാണ് ബെയ്ലി ബ്രിഡ്ജ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് മാർവലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് ഓർക്കുക. ഇനി നമുക്കറിയാം ഇപ്പം ഇവിടെ ഈ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ടൊരു 190 അടി നീളമുള്ള ഒരു ബെയ്ലി പാലമാണ് നമ്മൾ മുണ്ടക്കൈയിൽ ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററി കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി ഇതൊരു സിവിലിയൻ ആവശ്യമാണല്ലോ, അതായത് ഇവിടെ ഈ പറയുന്ന ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മിലിറ്ററി വന്നതാണ്. ആദ്യമായിട്ട് ഒരു സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ടും ബെയ്ലി പാലം ഇന്ത്യൻ മിലിറ്ററി അല്ലെങ്കിൽ ബെയ്ലി പാലം നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അത് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർപ്പിക്കുകയാണ്. 1996 നവംബർ 8 നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് പമ്പ റിവറിന് കുറുകെ ഒരു റാന്നി പാലം എന്ന് പറയുന്ന ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം തകർന്ന സമയത്ത് ആളുകൾക്ക് സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ട് 1996 പമ്പ നദിക്ക് കുറുകെ ആദ്യമായിട്ട് സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബെയ്ലി പാലം നിർമ്മിക്കുകയുണ്ടായി. അപ്പം സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബെയ്ലി പാലം നിർമ്മിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് മനസ്സിലാക്കുക. 1996 പമ്പ റിവറിന് കുറുകെ ഉണ്ടായിരുന്ന റാന്നി പാലം തകർന്നപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ ഒരു ബെയ്ലി പാലം നിർമ്മിക്കുകയുണ്ടായി. ഇനി നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി നിർമ്മിക്കുന്ന ബെയ്ലി പാലങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള ബെയ്ലി പാലങ്ങളിൽ ഒന്ന് ഇന്ന് ഒരു വേൾഡ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അതും കൂടി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എ ബെയ്ലി ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ സുരു റിവർ ആൻഡ് ദ്രാസ് റിവർ ഇൻ ലഡാക്ക്, ഇന്ത്യ, ഈസ് ദ ഹയസ്റ്റ് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 5602 meters. അതായത് 5602 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ, സീ ലെവലിൽ നിന്ന് 5000 മീറ്ററുകൾക്ക് മുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 5602 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബെയ്ലി ബ്രിഡ്ജ് ഇന്ത്യൻ ആർമി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ദ്രാസ് റിവറിനും സുരു റിവറിനും ഇടയ്ക്കായിട്ട് ഇന്ത്യൻ മിലിറ്ററി നിർമ്മിച്ച ഒരു ബെയ്ലി പാലമാണെന്ന് ഓർക്കുക. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ 1982 ബൈ ദ ഇന്ത്യൻ ആർമി. 1982 ഇന്ത്യൻ ആർമി മിലിറ്ററി പർപ്പസിന്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചത്. എങ്കിലും ഇത് ഇന്നൊരു വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിഡ്ജാണ് ഈ പറയുന്ന സുരു റിവറിനും ദ്രാസ് റിവറിനെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ആ ഇന്ത്യൻ മിലിറ്ററി നിർമ്മിച്ച ബെയ്ലി ബ്രിഡ്ജ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ബെയ്ലി ബ്രിഡ്ജിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മിലിറ്ററി പർപ്പസിനും സിവിലിയൻ പർപ്പസിനും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രളയങ്ങൾ, ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെയ്ലി ബ്രിഡ്ജുകളാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നമ്മളെല്ലാവരും എന്താണ് ബെയ്ലി ബ്രിഡ്ജ്, അതെങ്ങനെയാണ് ഇവോൾവ് ആയി വന്നത്, അതിൻ്റെ യൂസ് എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനറൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു സമീപനത്തിലാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. എനിവേ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.